C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇവിടെ ഒരാളെ കണ്ണില് നല്ലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുവായിരുന്നു. എടി മതി. മമ്മി കുഞ്ഞ പൂജമോള് വാ അകത്തോട്ട്. അപ്പോഴും നമ്മളെ തഴഞ്ഞല്ലേ? ഓ, സിദ്ധുമോ വിരുന്നുകാരനല്ലോ, വീട്ടുകാരനല്ലേ, അതുകൊണ്ടാ പ്രത്യേകം ക്ഷണിക്കാത്തല്ലേ മോളെ. വാ അകത്തോട്ട് പോ. വാ. കൊള്ളാലോ. പൂക്കളം നമ്മുടെ സൃഷ്ടിയായിരിക്കും. അല്ല, ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടി. നന്നായിട്ടുണ്ട്. താങ്ക് യു. എത്തിയോ? പപ്പ വന്നില്ലേ? ആ അതെ, പപ്പ എവിടെ പോയി? വരും മോളെ. പിന്നെന്താ ഒരുമിച്ച് വരാതിരുന്നേ? ഇനി എന്തെങ്കിലും പിണക്കോ പരിഭവോ എന്തെങ്കിലും ഉണ്ടായിട്ടാണോ? ഏയ്, അങ്ങനൊന്നുമില്ല, വരാന്ന് പറഞ്ഞിട്ടുണ്ട്. സുന്ദരേട്ടനുണ്ട്, അവര് രണ്ടുപേരും കൂടി ഇങ്ങ് വരും. മോൾ ഒന്നുകൂടെ വിളിച്ചു നോക്കിയേ. വേണ്ട മോളെ, ഊണിനല്ലേ ഇടുമ്പോഴത്തേക്കും പപ്പ ഇങ്ങെത്തും. എല്ലാരും പോയ സ്ഥിതിക്ക് നമ്മളും കൽത്തോട്ടത്തിൽ വരെ പോകുന്നതല്ലേ ചേട്ടായി മര്യാദ? ഓണമല്ലേ? എനിക്കൊന്നിലും ശ്രദ്ധ ഉറപ്പിക്കാൻ കഴിയുന്നില്ല സുന്ദര. മനസ്സിന്റെ പിരിമുറുക്കം കൂടി വരികയാ. 21-ാം തീയതിക്ക് മുൻപ് എന്തെങ്കിലും ചെയ്തിരിക്കണം. കൊട്ടേഷൻ കൊടുത്ത് നമുക്ക് ആ പെണ്ണിനെ അങ്ങ് തീർത്താലോ? അതിലെനിക്കത്ര വിശ്വാസം പോരാ. എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് തന്നെ ചെയ്യണം. അതിനുള്ള ചാൻസ് ഒത്തു കിട്ടണ്ടേ? ഓണസദ്യയിൽ വിഷം ചേർത്ത് അപർണയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മുന്നിലിറങ്ങുമായിരുന്നു. ചേട്ടായി, ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. തോൽക്കാൻ മനസ്സിലെ സേതുപതിക്ക്. പപ്പ എന്താ ഇതുവരെ വരാത്തെ? പായസത്തിന്റെ ജോലി കൂടി ബാക്കിയുണ്ടായിരുന്നു, അതും കഴിഞ്ഞു. അപ്പുമോൾ അടുക്കളയിൽ സഹായിക്കുവോ? ആ അതെ, രാവിലെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അടുക്കള ജോലി ഒട്ടുമിക്കതും ചെയ്യും. പാചകം മിക്കവാറും എല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കൊണ്ടുപോയി അടുക്കളയിലെ പണി എടുപ്പിക്കാൻ പറ്റൂല്ല കേട്ടോ, അതോർത്ത് ആമി പേടിക്കണ്ട. ആ പേടി എനിക്കില്ല കുഞ്ഞ. എന്നെക്കാൾ ഒരു പടി മുന്നിൽ നിന്ന് മമ്മി അവളെ സ്നേഹിക്കുന്ന എനിക്ക് ഉറപ്പാ. ആ വിശ്വാസത്തിന് കോട്ടം വരില്ലെന്ന് ഞാൻ ഉറപ്പു തരാം. മമ്മീന്ന് വെച്ചാ അപ്പൂന് ഭയങ്കര ജീവനാ. പ്രഭ ഇല്ലാത്തോണ്ട് ഒരു ഓളവും ഇല്ല. തിരുവോണം പ്രഭയ്ക്ക് അവരുടെ തറവാട്ടില്ല. പണ്ടേ അങ്ങനെയാ. ഇപ്പോഴാണെങ്കി പ്രഭയ്ക്ക് ഒരു മുത്തശ്ശിയുണ്ട്, വയ്യാതെ കിടക്കുവോ. അതുകൊണ്ടാ. എനിക്ക് പിന്നെ ഓണവും വിഷുവും എല്ലാം ഇവിടെ തന്നെയാ. ഈ വീട് വിട്ടേ ഒരു ജീവിതം ഇല്ലെന്ന് പറയുന്നതാ ശരി. ബാലുവിന്റെ അച്ഛൻ മരിച്ച ശേഷം വർഷങ്ങളോളം ഞാൻ ഈ ഗേറ്റ് വിട്ട് പുറത്തു പോയിട്ടില്ല. അന്ന് ആകെയുള്ള ആശ്വാസം ബാലുവായിരുന്നു. അവൻ ചെറിയ കുട്ടിയല്ലേ. ബാലുവിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ചോദിക്കുക, എന്താ ഇപ്പോഴത്തെ അവസ്ഥ? 2 ദിവസം മുമ്പ് വക്കീൽ ഇവിടെ വന്നിരുന്നു. ജാമ്യം കിട്ടുമെന്നാ പറഞ്ഞത്. പിന്നെ വക്കീല് വിളിച്ചില്ല. ഇനി ബാലുവിന്റെ കാര്യം ഓർത്തിട്ടാണോ പപ്പ ഇങ്ങോട്ട് വരാൻ മടിക്കുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.